മസാലയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഷോയുടെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് അതിഥി താരങ്ങൾ നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. അന്ന് പിണങ്ങി പറയുന്ന പോലെ ആ ഡാൻസിന്റെ ഓളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഉല്ലാസേട്ടൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫ്രഷ് ന്യൂ എപ്പിസോഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ചു നേരം ചിരിച്ചാലോ? യെസ്, ടീം റോക്ക് സ്റ്റാർസ് ആണ് സ്കിറ്റുമായി ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഹലോ ഹലോ, അമ്മേ ശരണം, ദേവി ശരണം. കമ്മിറ്റിക്കാരോ എവിടെ ഉത്സവം പിടിച്ചാലും തുടക്കം തന്നെ കമ്മിറ്റിക്കാരന്റെ അനൗൺസ്മെന്റാ. ഇതൊന്നും മാറ്റി പിടിക്ക്, റിപ്പിറ്റേഷനാ, ആവർത്തന വിരസത. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാല്ലേ? അതും മര്യാദ തറവാടിത്തം. അമ്മേ ദേവി മഹാമായേ കാത്തുരക്ഷിച്ചേക്കണേ. വീട് പണി പകുതി വരെ ആയിട്ടുള്ളേ. കമ്മിറ്റി ഓഫീസിൽ നിന്ന് കുറച്ച് കാശ് കൂടുതൽ കിട്ടണേ ദേവി. അമ്മേ ഇവിടെ വന്നത് ഒരു സമാധാനവും സന്തോഷം കിട്ടാനാ, അല്ലാതെ മറ്റുള്ളവരുടെ സമാധാനം കെടുത്താനല്ല കേട്ടാ. അമ്മേ ഉത്സവത്തിന് വന്ന വെടിക്കെട്ടുകാരനാ, അവന്റെ പ്രാർത്ഥനയും വെടിക്കെട്ടാ. ഇതെന്നെ ഈ കാണിക്കണത്? ഇത് കാണിക്ക സമർപ്പിച്ചത്. എടാ കാണിക്കാൻ സമർപ്പിക്കാനല്ല, അവിടെ കാണിക്കാൻ വഞ്ചി വെച്ചേക്കണം. അതിലായിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ പോക്കറ്റിലല്ല കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിടെ സമർപ്പിച്ചാലും അവസാനം ചെന്നത്ര ഇതിനകത്ത് തന്നെ അല്ലേ. അമ്മേ ശരണം, ദേവി ശരണം, ശാന്തേ വരണം. അന്നദാനത്തിലുള്ള സമയമായിട്ടുണ്ട്. അയ്യോ തെറ്റിപ്പോയി, ശാന്തല്ല ശാന്തി വരണം. അയ്യോ അത് ശാന്തി, ഇത് ശാന്ത എന്റെ പെണ്ണും പിള്ള. അന്നദാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവളെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞത്. എന്ന പാഴ്സൽ മാത്രം കൂടി എടുത്തോളാൻ പറയാനില്ലേ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. അമ്മേ ശരണം, ദേവി ശരണം. ഭക്തജനങ്ങളെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വർഷങ്ങളായിട്ട് മുടങ്ങിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം പൂർവാധികം ഗംഭീരമായിട്ട് നടത്താമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ ബോംബെ കുമാരൻ ചേട്ടനാണ്. കുമാരൻ ചേട്ടനും കുടുംബത്തിനും ദേവിയുടെ എല്ലാ അനുഗ്രഹവും ലഭിക്കട്ടെന്ന് ദേവി നാമത്തിൽ അറിയിക്കുന്നു. അമ്മേ ശരണം, ദേവി ശരണം. ആരാ നടത്തണെന്ന് പറഞ്ഞു? കുമാരൻ ചേട്ടൻ. ഏതാ കുമാരൻ ചേട്ടൻ? അയ്യോ കുമാരൻ ചേട്ടൻ അറിയാൻ പാടില്ലേ? ഇല്ല. പുള്ളി ഭയങ്കര സംഭവമല്ലേ? അതായിരിക്കും ഈ കുമാര സംഭവം എന്ന് പറയുന്നത്. കുമാര സംഭവമാണ്, ശങ്കരാഭരണമാണെന്ന് അറിയാൻ പാടില്ല. പുള്ളിയുടെ പൂത്ത കാശാ. പൂത്ത കാശുണ്ടെങ്കിൽ പൂപ്പല കുടിക്കാത്ത വൈനടിക്കാൻ പറ. കേട്ടിട്ടില്ലേ? പായലേ വിടാ പൂപ്പലേ വിടാ എന്നേക്കും വിടാ. നീ ഇങ്ങോട്ട് വാടാ. എന്താടാ പറയടാ? എന്താ നിന്റെ പേരെന്താ പറഞ്ഞു? എന്റെ പേര് പൂത്തിരി പുഷ്കരൻ. പൂത്തിരി പുഷ്കരൻ. സ്നേഹമുള്ളവർ അത് ഷോർട്ട് ആക്കിയിട്ട് പൂപ്പു എന്ന് വിളിക്കൂ. മിസ്റ്റർ പൂപ്പു. എന്നാ കാക്ക? കാക്കയാ? കമ്മിറ്റിക്കാരാ? അപ്പൊ പൂപ്പു ഒരു കാര്യം ചെയ്യണം. ഈ വർഷത്തെ ഉത്സവത്തിന് വെടിക്കെട്ട് കിടുക്കനായിരിക്കണം. വെടിക്കെട്ടിന്റെ കാര്യം എന്നോട് പറയണ്ട. വെടിക്കെട്ടിന്റെ കാര്യം വെടിക്കെട്ടുകാരനുള്ള പിന്നെ ആൾക്കാരോട് പോയി പറയാൻ പറ്റുമോ? അയ്യോ അതല്ല, പിന്നെ വെടിക്കെട്ടിന്റെ കാര്യം എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ അതാ പറഞ്ഞത്. പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? വെടിക്കെട്ടുകാരന്റെ പട്ടി ഉടുക്കൊട്ടി പേടിപ്പിക്കരുത്. അയ്യോ അത് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കണ പഴഞ്ചൊല്ലല്ലേ. ആ പട്ടി ഏതാ? ഏതാ? എന്റെ വീട്ടിലെ ഗോപി. ഗോപിയാ? പിന്നെ ഗോപിനാഥൻ പിള്ള, ചുരുക്കിയിട്ട് ഗോപി എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ ഗോപി ഇപ്പൊ എവിടെയുണ്ട്? അത് പിള്ളേര് ഓലപ്പൊട്ടാസ് വെച്ചിട്ട് ടോക്കിനകത്ത് പൊട്ടിച്ചതാ. അന്ന് പേടിച്ച് ഓടി നാട് വിട്ടു പോയത് ആ നായിന്റെ പോലെ. ഇതുവരെ എവിടെയാണ് പട്ടികളുടെ ഒരു ഇല്ലില്ല. എന്റെ പൊന്നോ, വഴിപാട് കൗണ്ടർ ഇങ്ങനെ കിടക്കണം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. അയ്യോ എന്റെ അടുത്തുണ്ട്. എന്ത്? സൈക്കിളല്ലേ? സൈക്കിൾ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അതില്ലല്ലേ? ഒരു മനുഷ്യൻ പോലും വഴിപാട് നടത്താനായിട്ട് ഇങ്ങോട്ട് പോയില്ല. അന്നദാനപ്പന്തലാണെങ്കിൽ അന്യായ തിരക്കും. അതല്ലേ കാലം പോണ ഒരു പോക്ക്. പോത്തിന്റെ പുറത്തല്ലേ കയറൊക്കെ പിടിച്ചിട്ട് എന്ത് കാലം പോണത്? കാലനല്ല കാലം പോണ ഒരു പോക്ക് എന്നാ ഞാൻ അതാണല്ലേ വഴിപാട് നടത്തുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല. അറിയാമോ? പിന്നെ ഏതായാലും ഉത്സവമൊക്കെ കുറെ നാളായിട്ട് മുടങ്ങി കിടക്കായിരുന്നില്ല. നീ പിന്നെ മുടക്കാൻ വേണ്ടി വന്നതാണ്? അയ്യോ ഞാൻ മുടക്കാൻ വന്നതല്ല. പിന്നെ നീ ഉടക്കാൻ വന്നതാണ്? ആ ചേട്ടന്റെ വർത്താനം കേട്ട ചേട്ടൻ എന്നോട് ഉടക്കാൻ നിൽക്കണോട്ടാണല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്താ പറയണ്ടേ? ആദ്യമായിട്ട് ദേവിക്കുള്ള വഴിപാട് ഈ വെടിക്കെട്ടുകാരന്റെ വക ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ വഴിപാട് വഴിപാട് നടത്താൻ. കന്നി വഴിപാടാണ് വന്നോളൂ. പിന്നെ അയ്യോ അയ്യോ പറഞ്ഞോ. ഒരു ധാര. അതാരാ? അത് രമണിയല്ലേ? താൻ പറഞ്ഞത് ആരാന്ന്? അത് ഒരു ധാര. ധാര. പിന്നെ ഒരു കൂവളമാല. വെളുപ്പിനെ കൂവുന്നത് മതിയോ? കൂവളമല്ല, കൂവളമാല. ഓഹോ കൂവളമാല. പിന്നെ ഒരു പുഷ്പാഞ്ജലി. പുഷ്പാഞ്ജലി. ഒരു മുൻവിളക്ക്. ഒരു പിൻവിളക്ക്. പിൻവിളക്ക്. ഒരു സെന്റർ വിളക്ക്. സെന്റർ വിളക്ക്. മുന്നിലും പിന്നിലും ഏതായാലും വിളക്കുണ്ടല്ല. പിന്നെ സെന്ററിൽ ഇട്ടാവണ്ട. അതും കൂടി കത്തിക്കോട്ടെ. ആയിക്കോട്ടെ. പൈസ തന്നാ പോരെ. സെന്റർ വിളക്ക്. പിന്നെ ഒരു ശത്രു സംഹാരം. ഒരു മൃത്യുഞ്ജയ ഹോമം. ഒരു ജലധാര. ഒരു മരണക്കരുത്. ഒരു മറുകുഞ്ഞാലാട്ടം. ഒരു തത്തമക്കിളി ജോത്സ്യൻ വെല്ലുമ്മ. ഒരു കിളിപ്പിക്കുത്ത്. വെയിരാജാവി. വെയിരാജാവിയ?
നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു പോണത്? അയ്യോ കമ്മിറ്റി ഇത് അമ്പല കമ്മിറ്റി ഒക്കെ ആകുമ്പോ ഇതൊക്കെ വേണമല്ലോ, എന്നാലും ഒരു ഓളം ഉണ്ടാവുള്ളൂ ഉത്സവം. ആ ഒരു ഓളത്തിന് പറഞ്ഞു പോയത്. എന്റെ തലക്കാണ് ഓളം. ഇത്രയും വഴിപാട് മതിയാ? വേറെ എന്തെങ്കിലും വഴിപാട് വേണോ? കൂടിയുണ്ട്. എന്താണ്? ഒരു 75 പാല്. 75 പാലുവാ? ഇവിടെ 100 പാലും അല്ലേ സാധാരണ കഴിപ്പിക്കുന്നത്? ഇപ്പൊ വെടിക്കെട്ടൊക്കെ എല്ലായിടത്തും നിർത്തിയില്ലേ, കയ്യിൽ പൈസ ഉണ്ടാ. അപ്പൊ പൈസ അനുസരിച്ച് 75 പാല് ഇപ്പൊ ചെയ്യാം. പിന്നെ ഇവിടുത്തെ പൈസ കിട്ടുമ്പോ അത് 125 പാല് വെച്ചിട്ട് ആ കട കൊണ്ട് അങ്ങനെ ചെയ്താ മതി. അപ്പൊ അത് എഴുതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എഴുതിയിട്ടില്ല. അയ്യോ അതെന്ത് വഴിപാട്? വെടി വഴിപാട്. അത് പിന്നെ പേടിക്കണ്ടല്ലോ, അതിനുള്ള സാധനങ്ങളൊക്കെ എന്റെ ഉണ്ടല്ലോ. അത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാലോ. അപ്പൊ ഇത്രയും മതിയല്ലോ. പിന്നെ അത് മതി, എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതോട് പിടിച്ചു, അത്ര ഒന്നും ഞാൻ നോക്കില്ല. ഇത്രയും വഴിപാട് നടത്താനായിട്ട് 10 രൂപ. മൃത്യുഞ്ജയ ഹോമം വേണം, ജലധാര അത് വേണം. മുന്നിലും പിന്നിലും പോരാഞ്ഞിട്ട് നടുക്കും വേണം. എന്തെന്ന്? വിളക്ക്. എല്ലാ വഴിപാടും കൂടി ചെയ്യാനായിട്ട് 10 രൂപ. തികയൂലേ? ഇല്ല, മിച്ചമുണ്ട്. ആണോ? മിച്ചമുള്ള കാശ് ഞാൻ കൊടിമരം സ്വർണ്ണം പൂശിക്കോട്ടെ. പൂശണെങ്കിൽ പൂശിക്കോ, പക്ഷെ ഇത് പൂശിയത് പൂത്തിരി പുഷ്കരാണെന്ന് അടിയിൽ എഴുതി വെക്കണ്ട. അതില്ല, എഴുതത്തില്ല. എന്താ പ്രശസ്തി എനിക്ക് വേണ്ട. ഓരോരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളെ. അയ്യോ ദേ കുമാരൻ ചേട്ടൻ വരുന്നുണ്ടെന്ന്. നീ ഇനി മര്യാദയൊക്കെ നിന്നോണം. പുള്ളിയാണ് ഈ കാശ് മൊത്തം മുടക്കണത്, അതുകൊണ്ടാ. ആ നിന്റെ തിരിയിട്ട് കുത്താനായിട്ട് ഇവിടുത്തെ കഥനാക്കുറ്റിയല്ല, ഈ ഉത്സവം നടത്താൻ വന്ന ബോംബെ കുമാരനാണ്. അയ്യോ കുമാര നാം ക്യാ ഹേ? എന്നാന്ന്? എന്റെ പേര് കുമാരൻ ഹും. അയ്യോ നിങ്ങളെ കുമ്പും കോവം പൊട്ടിക്കും, ഞാനിവിടെ ടോ പൊട്ടിക്കും. तुम तो मेरा काला पानी नंबर 1 चंद्रकांत दिलवाला देख लिया ले जाएगी. ഈ പുള്ളി ഒടുക്കത്തെ ഹിന്ദിയാണല്ലോ. ആ ഹിന്ദിയാണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ കിട്ടില്ല. ഇംഗ്ലീഷ് ആണെന്നെങ്കിലും പറയായിരുന്നു. ए कमिटी भाई ആ എന്താ പോയി? बैठे बैठे इरिके सारे जहां से अच्छा हिंदुस्तान हमारा हमारा. എന്നെ ഈ പറഞ്ഞു പോണത്. ഒന്നുമില്ല, ബോംബെയിൽ ഇവിടെ വരെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയണ്ട. അത് പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ ഈ വെടിക്കെട്ടും നമ്മുടെ ഈ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ടാണ് പോകുന്നത്. സൂപ്പറാണ്. സൂപ്പറായിട്ടാണ് പോകുന്നത്. പിന്നെ 7 ദിവസമാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം. അതെ, ഈ 7 ദിവസം നമുക്ക് പ്രസാദ കൂട്ട് നടത്തണം. അതെന്നെ മെന കേട്ട പരിപാടി. അത് 7 ദിവസം ഈ പ്രസാദം മാത്രം ഉണ്ടാ മതിയോ? ഇവിടെ ഓടിപ്പോഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് വിശപ്പുണ്ടാവുന്നില്ലേ? പുള്ളിയുടെ 10,000 പോയുള്ള വയറുണ്ട് അറിയാം. പെരുങ്കാലം സാറേ പ്രസാദ കൂട്ടുന്നത് അന്നദാനം. ഓ അന്നദാനം. അന്നദാനം മഹാദാനം. അത് തിന്നു കഴിഞ്ഞാലുള്ളൊരു സമാധാനം. ഇതെന്നാ സംഭവം അറിയാമോ? ഞാൻ ബോംബെയിലാണല്ലോ, അവിടെ ചാവലില്ലല്ലോ. അവിടെ എന്താ കാലില്ലേ? എടാ മുതുകാല അതല്ല, ചാവലെന്ന് വെച്ചാ അരി അരി. അവിടെ ചപ്പാത്തിയും കിഴങ്ങറിക്കാണല്ലോ. ബോംബെയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാം? ചെറിയ സപ്പോർട്ട് സപ്പോർട്ട് പറഞ്ഞാടാ. പിന്നെ എന്റെ ദൈവമേ ഒന്നും പറയണ്ട. ഞാനുണ്ടല്ലോ അവിടുന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നേക്കണത്. എത്ര ദിവസം ലീവ് ഉണ്ട് മൊത്തം? എനിക്ക് എത്ര ദിവസം ലീവ് ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 7 8 അങ്ങനെ ഒരു 8 ദിവസം ലീവ് ഉണ്ട്. പിന്നെ തേടൊക്കെ അങ്ങനെ എല്ലാം കൂടെ കിട്ടും ഒരു 5 ദിവസം. അപ്പൊ 8 5 13 ദിവസം എനിക്ക് ലീവ് ഉണ്ട്. ലീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്സവമൊക്കെ അടിച്ചൊക്കെ പൊളിക്കാം. എല്ലാവരും മനസ്സിലായില്ല. ഇല്ല, ആരാണ്? പൂത്തിരി പുഷ്കരൻ. നിങ്ങൾ പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിക്കോളാം. ഹമ്മും കുമ്മും മാത്രം നിങ്ങൾ പൊട്ടിച്ചാൽ മതി. അപ്പൊ വാണം വെച്ച് കുത്തി കണ്ണുള്ള പൊട്ടിച്ചാണല്ലോ. ഇത് എന്നാത്? അയ്യോ ഇത് മനസ്സിലായില്ലേ? ഇത് ഞാൻ ഇവിടുത്തെ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ 2 വാണങ്ങളാ. അതെ, എലിവാണും പൂച്ചവാണും. എലിയും പൂച്ചാന്നൊക്കെ കേട്ടിട്ടുണ്ട്. എലിവാണോ പൂച്ചവാണോ? അല്ലെ ഇത് രണ്ടും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. എങ്ങനെ തിരിച്ചറിയാം? അതെ, ഇത് നമ്മൾ ഒരുമിച്ചിട്ടാണ് കത്തിച്ചു വിടുന്നത്. അപ്പൊ ആദ്യം തന്നെ ജീവനും കൊണ്ട് ഓടി പാഞ്ഞു പോണത് എലിവാണം. അതിന്റെ പറഞ്ഞ നിങ്ങൾ ഞാൻ കൊല്ലോടെ നാറിയെന്ന് പറഞ്ഞ് ഓടിച്ചിരുന്നത് പൂച്ചവാണം. ഇത് പക്കാ വെറൈറ്റിയാ. പക്ഷെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഇതല്ല വേണ്ടത്. ഇവിടുത്തെ സ്പോൺസർ ഞാനാണല്ലോ. അപ്പൊ ഈ അമിട്ട് പൊട്ടാതെ എടുത്ത് മേളിൽ എഴുതി കാണിക്കണം, സ്പോൺസേർഡ് ബൈ ബോംബെ കുമാരൻ. അങ്ങനെ എഴുതി കാണിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വഴിയുണ്ട്. എന്നാ? ഈ വെടിക്കെട്ട് നടക്കുമ്പോ കമ്പപ്പുര സൈഡിൽ വന്ന് നിന്നാ മതി. അപ്പൊ പേര് വരും. മേളിലല്ല, പത്രത്തില് പടവും വരെ ഇളിച്ചിരിക്കണത്. അല്ലെങ്കിൽ എനിക്കറിയാം ഈ വക വെറൈറ്റി ഒന്നും ഇവിടെ നടക്കൂല. അതൊക്കെ നമ്മുടെ ബോംബെയില് അവിടെ കിട്ടില്ല. വെടിക്കെട്ട് കംപ്ലീറ്റ് കറണ്ടിലല്ലേ? അറിയാലേ? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ അവിടെ? പിന്നെ നേരത്തെ പറഞ്ഞു സപ്പോർട്ട് ആണോ? അപ്പിടില്ല. എന്റെ ദൈവമേ, എന്നറിയാൻ പാടില്ല. ദുനിയ ഹസീനൊക്കെ മേല.
മേലൊക്കെ ഭയങ്കര വേദന വണ്ടിയിൽ ഇരുന്നിട്ടേ. അപ്പൊ അന്തർസേക്ക് ബാഹർ എന്താ സാറേ? അന്തസ്സായിട്ട് ബാറി പോയിട്ട് രണ്ടെണ്ണം വിട്ടുവെച്ച് അങ്ങോട്ട് വരാം. പിന്നെ സാറിനെ പോലുള്ള ആൾ ബാറിപ്പോയി അടിക്കുന്നൊക്കെ പറഞ്ഞത് മോശമല്ലേ? പിന്നെ ബോംബെ കുമാർ ചേട്ടൻ വന്നിട്ട് ബാർ ഇങ്ങോട്ട് വരാം. ചേട്ടാ അടിക്കാൻ പോ ചേട്ടാ, അടിക്കാൻ പോ ചേട്ടാ, ബാർ ഇങ്ങോട്ട് വരുമോ? ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഒരുമിച്ച് പോയി അടിക്കാം. പക്ഷെ എന്നാൽ ഈ കാശൊക്കെ ചെലവാക്കണമെന്നുണ്ടല്ലോ ആകെ ടെൻഷനാണ് എനിക്ക്. ഞാൻ ഒരു സിഗരറ്റ് അങ്ങോട്ട് വലിച്ചേക്കാതായി. ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കരുത്. ഇവിടെ നിന്ന് വലിക്കരുതല്ലേ? ഇവിടെ നിന്ന് വലിക്കരുത്. ഇത് ഇവിടെ നിന്ന് വലിച്ച എങ്ങനെ ഉണ്ടാവും? അതല്ല പറഞ്ഞു, ഈ അമ്പല കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് വലിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. എടാ ചെറുക്ക, ഇത് നിങ്ങളെ പോലെയുള്ള ഇന്ത്യൻ സിഗരറ്റ് അല്ല അത്. അല്ലേ? ഇത് ബോംബെ സിഗരറ്റ് ആണ് കേട്ടോ. ബോംബെ സിഗരറ്റാ? ആ. ഇതിനെന്താ ഇത്ര വലിയ പ്രത്യേകത? അതായത് ബോംബെയിലൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ സിഗരറ്റിന്റെ പുറയിലാണല്ലോ പഞ്ഞി. പക്ഷെ ബോംബെയിൽ അങ്ങനെയല്ല, മുമ്പിലാണ് പഞ്ഞി. ആ, പിന്നെ അങ്ങനെ കത്തിക്കും. കത്തിക്കാൻ നേരത്തെ ഇങ്ങനെ തിരിച്ചു വെച്ച് കത്തിച്ചായ ഒരു കുഴപ്പമില്ല. എന്തിനാ തിരിച്ചു വെച്ച് നീ നിന്റെ കിളിപ്പടക്കാട് കത്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും സാറേ, വലിക്കുന്ന ഇവിടെ നിന്ന് എന്തായാലും സിഗരറ്റ് വലിക്കണ്ട. നിങ്ങളൊരു മാതൃക. ഓ മേ മാതൃക കുമാരൻ. പിന്നെ ചേട്ടനെ ഇത് ബോംബെക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, തട്ടം തിരിഞ്ഞ് നടന്നാണല്ലോ. ഇത്ര പെട്ടെന്ന് പണക്കാരനാവാനൊരു കാരണം ഉണ്ട്. എനിക്ക് അവിടെ മയക്കുമരുന്നിന്റെ പരിപാടിയാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ ഭയങ്കര സെറ്റപ്പാ. അതെ, പോലീസൊക്കെ പിടിക്കാറുണ്ട്. അതെ, പോലീസ് പിടിച്ചിട്ടുണ്ടോ? പക്ഷെ ഇതുപോലെ മയക്കുമരുന്നിന് എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. അതെന്താ? അത് വേറെ സംഭവം. വാ 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 വാ. വൈകിട്ടോ? വൈകിട്ടേ വൈകിട്ടേ ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മറ്റേ മോഹൻലാൽ ഒഴിപ്പിച്ച മറ്റേ ചേരിയല്ലേ ധാരാവി? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സത്യം കേട്ടു. ഞാൻ കേട്ടിട്ടുണ്ട്. ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അരവിന്ദ് സ്വാമിയുടെ പടമല്ലേ? പോയി. വീടിനങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? മറ്റേ റാവുത്തരം ടീം ഒഴിപ്പിക്കാൻ നോക്കിയ ആ സ്ഥലമല്ലേ? ആ, കേട്ടിട്ടുണ്ട്. സകലമാന സിനിമയും കണ്ട് കഥയൊക്കെ മനസ്സിലേക്ക് വെച്ചേക്കല്ലേ അതെ അതെ അതെ. എന്റെ ചെങ്ങാതി. അങ്ങനെയാണെങ്കിൽ ഈ ധാരാവിയുടെ അടുത്തുള്ള ലക്ഷം വീട് കോളനി എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലോ? അങ്ങനെ ഒരു കോളനി അവിടെ ഇല്ല. അല്ല ഇപ്പൊ ഇല്ലാന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലക്ഷം വീട് കോളനി എന്ന് പറയുമ്പോ മൊത്തം ഇവര് എത്ര വീടുകൾ കാണും? 3-4 വീടുണ്ടാവും. എന്നാ പിന്നെ ലക്ഷം ഒഴിവാക്കിയിട്ട് 3-4 വീട് കോളനി കിട്ടാ പോരെ? അങ്ങനെ പറയില്ല. ഞങ്ങളെ പടക്കാരെയല്ല ലക്ഷം ചേർത്തല്ലേ പറയുള്ളൂ. കേട്ടിട്ടുള്ള 5 ലക്ഷം 10 ലക്ഷം 50 ലക്ഷം. പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്, ലക്ഷദ്വീപ്. അടിച്ചു വിളിക്കാൻ പോവാ. അടിച്ചു വിളിക്കാം. പിന്നെ ഇന്ന് വൈകിട്ട് എന്റെ വക ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ, ലക്ഷാർച്ചന. ലക്ഷം വിട്ടിട്ട് കളിയില്ല. അപ്പോ ഈ ലക്ഷം വീട് കോളനി ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പൂ വിളക്കുന്ന ലാഘവത്തോടെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ ഞാൻ. എങ്ങനെയാണോ? ആ ലക്ഷം വീട് കോളനിയിലെ വാട്ടർ ടാങ്കില് മൊത്തം വിമ്മ അങ്ങോട്ട് കലക്കി ആൾക്കാരുടെ വയറ് കംപ്ലീറ്റ് ഒഴിഞ്ഞ് ആകെ നാശായി പോയില്ലേ. എന്നിട്ട് ആ ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴെ എത്തണേക്കുമ്പോ പോലീസുകാർ പിടിച്ചോണ്ട് കൂമ്പിന് നല്ല കുത്തങ്ങോട്ട് കുത്തി. അയ്യോ ചേട്ടൻ അധോലോകം എന്നൊക്കെ പറഞ്ഞിട്ട് കരോട്ടം കളിയൊക്കെ അറിയാൻ പറ്റുമല്ലോ. ചേട്ടന് കരോട്ടം എന്തെങ്കിലും എടുക്കാറില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ കരാട്ടെ. ചേട്ടൻ ഒഴിപ്പിച്ച് വിട്ട് മറ്റുള്ളവര് വേറെ എവിടെയോ കൊണ്ട് ഒഴുക്കി വിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള എന്നൊക്കെ പരിപാടിയുള്ള കളർഫുള്ളിന് വേണ്ടിട്ട് ഞാൻ ഇത്തോടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വനിതാ ശിങ്കാരി മേളമാണ്. അറിയാൻ പാടില്ല സാറിന്? ഇല്ല, ബോംബെയിലൊക്കെ ചിയർ ഗേൾസ് ആണല്ലോ. ഓ, നേരത്തെ പോലെ സപ്പോർട്ട് അല്ല, നീന മെമ്പറായോ? നീ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ പേരിൽ കേട്ടുള്ളൂ. അതോ ഈ വനിതാ ശിങ്കാരി മേള സാറിന് അറിയാൻ പാടില്ല? ഇല്ല. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികള് നല്ല സെറ്റ് സാരിയൊക്കെ അങ്ങോട്ട് ഉടുത്ത് നല്ല മുല്ലപ്പൂ ഒക്കെ ചൂടി ചെണ്ട ഇങ്ങനെ തോളത്ത് തൂക്കിയിട്ട് കൊണ്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. അപ്പൊ ശിങ്കാരി മേളം ഓക്കെ ഫിക്സ് ആണ്. എവിടെയുണ്ടെന്ന് വെച്ചാൽ കൂട്ടാതെ ശിങ്കാരി മേളം ശിങ്കാരി മേളം വേണ്ട. അതിന് വേണ്ടത് ദൂർത്ത് ചെലവാണ്. ശിങ്കാരി മേളമൊന്നും വേണ്ട. അമ്പലത്തിൽ കത്തിക്കാനുള്ള ചന്ദനത്തിരിയും തിരിയൊക്കെ എന്തിയേ? അയ്യോ, ഒരു കെട്ട് ചന്ദനത്തിരി കൊണ്ട് ഞാൻ ശ്രീകോളിന്റെ അവിടെ വെച്ചതാണല്ലോ. ചന്ദനത്തിരിയാണ് ഒരു കെട്ട്. ഞാനെടുത്ത് കത്തിച്ചു കളഞ്ഞു. തിരി എവിടെ കണ്ടാലും ഞാൻ കത്തിക്കാം. ചന്ദനത്തിരി ആണെങ്കിലും ചക്കത്തിരി ആണെങ്കിലും. പിന്നെ ആ തിരി എവിടെന്നാ വാങ്ങിച്ചത്? അത് തമ്പിയുടെ കടയിൽ നിന്ന്. നല്ല തിരിയാണ് കേട്ടോ. എന്റെ വെടിക്കെട്ട് പോലെ കത്തിച്ചപ്പോ തീയുണ്ട് പുകയുണ്ട് ഒച്ചയില്ല. താനാരാ തിരി കത്തിക്കാൻ? അയ്യോ, ഞാൻ വെടിക്കെട്ടുകാരൻ. ഇവിടെ എന്തിനാ വെടിക്കെട്ടുകാരന്റെ ആവശ്യകത? അതറിയില്ലേ? 5 ലക്ഷം രൂപ കൊടുത്തിട്ട് കുമാരൻ ചേട്ടൻ ഇവിടെ വെടിക്കെട്ട് വാങ്ങിച്ചു വെച്ചാക്കല്ലേ കളർഫുൾ ആക്കാൻ. പിന്നെ 5 ലക്ഷം രൂപയുടെ വെടിക്കെട്ടല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. വെടിക്കെട്ട് വേണ്ട. വെടിക്കെട്ട് വേണ്ട. അയ്യോ, 5 കൊല്ലം മുമ്പ് ഇവിടെ വെടിക്കെട്ട് നടത്തിയോണ്ടാ ഇവിടുത്തെ ഉത്സവം നിന്ന് പോയത്. ഈ ഉത്സവം നിൽക്കാനുള്ള പരിപാടിയാണോ കുമാര? നീ ആ
വെടിക്കെട്ട് നടത്തുന്ന പൈസ കൊണ്ട് 2 പെൺപിള്ളേരെ കെട്ടിച്ചു വിട്, അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. ഇങ്ങനെയുള്ള ദൂർത്ത ചെലവുകളൊക്കെ. പിന്നെ കുമാരനോടൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ശ്രീകോവിലിൽ നെറ്റ് കിട്ടുന്നില്ല, ഒരു വൈഫൈ അങ്ങ് സെറ്റ് ചെയ്യണം. എന്റെ വൈഫിനെ മതിയോ? ഏത് ശാന്തയോ? വൈഫൈ വേണ്ട, വൈഫൈ വേണ്ട ദേവിയേ. ഒരു ചെലവില്ലാത്ത കാര്യം പുള്ളി പറഞ്ഞിട്ട് ഇത് ഏതാ ഈ പുള്ളി? ഞാൻ പറയുന്നത് നേരെയാണല്ലോ ഒക്കെ പറയണേ. ആ പുള്ളിയാണ് ഇവിടുത്തെ മേൽശാന്തി, അതല്ല മേലെ പറയണത്. മേൽശാന്തിയാണോ? മേൽശാന്തി ആയാലും കീഴ്ശാന്തി ആയാലും പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റാ. കാരണം ഞാൻ ബോംബെയിൽ ഈ കള്ളക്കടത്ത് കൊലപാതകം ചെയ്ത് ഒരുപാട് പാപം മരിച്ചു കൂട്ടിയാണ്. ഇതിന്റെയൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാൻ 2 പാവപ്പെട്ട പിള്ളേരുടെ കല്യാണം അങ്ങോട്ട് നടത്തി വിടാം. അപ്പൊ നമുക്ക് ഈ തവണ വെടിക്കെട്ട് വേണ്ട. കുഴപ്പമില്ല, വെടിക്കെട്ട് നിർത്തിയത് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നിങ്ങളുടെ ഉത്സവം മാത്രമല്ല, ഇത് നമ്മുടെ കൂടെ ഉത്സവമല്ലേ. വെടിക്കെട്ട് വേണ്ട. സന്തോഷായില്ലേ? പിന്നെ ഹാപ്പി എനിക്ക് തിരുവാളിന്റെ അരി പോരാ. ആ കാര്യം ഒന്നുകൂടെ അനൗൺസ് അനൗൺസ് ചെയ്തേക്കാം. ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന വെടിക്കെട്ട് വഴിപാട് ഇവിടെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ഭക്തരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വെടിക്കെട്ടില്ലാതെ വെച്ച് നിങ്ങൾ പേടിക്കണ്ട. ഈ സമയത്ത് തിരുവനന്തപുരം ശ്രീ രാജരാജേശ്വരി കോമഡി സംഘം അവതരിപ്പിക്കുന്ന ചിരിമുരുകൻ കോമഡി ഷോ ഉണ്ടായിരിക്കുന്നതാണ്. താലപ്പൊലി കാര്യങ്ങളൊക്കെ ക്ഷേത്രാങ്കണത്തിലേക്ക് പോരാൻ പറഞ്ഞോട്ടെ. ആൾക്കാരോട് വരാൻ പറ, കേറി വരാൻ പറ. പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ താലപ്പൊലി ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരും താലപ്പൊലി ഏറ്റുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നിരിക്കുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അമ്പലപ്പറമ്പിൽ പെൺപിള്ളേരെ നോക്കുന്ന പൂവാലന്മാരെ നോക്കാൻ നിർത്തിയിരിക്കുന്ന പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളെ മാറ്റാൻ ഞങ്ങൾ ഈ പട്ടാളത്തിനെ വിളിക്കണോ? അയ്യോ, എന്ത് പരിപാടിയത്? ഇത്രയും പൊട്ടുന്ന പോലെ ഇനി പൂത്തിരിയും കത്തിക്കണ? അതല്ല, വെടിക്കെട്ടുകാരെ പൂത്തിരി അവിടെ. എടാ പൂത്തിരി, തന്നെ കാണണേ. എന്താ വെടിക്കെട്ട് നമ്മളിവിടെ വേണ്ടാന്ന് വെച്ചതല്ലേ? പിന്നെ നീ പൊട്ടിച്ചെന്തിനാ? അയ്യോ, ഞാനതിന് വെടിക്കെട്ട് നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ വെടിക്കെട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ 5 ലക്ഷം രൂപ കൊടുത്ത വെടിക്കെട്ടൊക്കെ വേസ്റ്റ് ആയില്ലേ? ഉവ്വ. ആ വേസ്റ്റൊക്കെ കൂടി വാരിക്കൂട്ടി പറമ്പിലിട്ട് കത്തിച്ചതാ. ഇപ്പൊ കത്തിത്തീർന്ന് കാണുമോ? എന്നിട്ടില്ല. നിന്നാ തീയേക്ക് എടുത്ത് ഇടാനാ. ഹേ, അയ്യോ, ശരിക്കും ഒരു കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഉത്സവ പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഉത്സവം കണ്ടൊരു ഒരു രസം ഉണ്ടായിരുന്നു. ചേട്ടാ സൂപ്പർ സ്കിറ്റ് ആയിരുന്നു. നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 പേര് മതി, കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട അല്ലേ? അതെ അതെ ശരി. നല്ല റിഹേഴ്സലും നല്ല പ്രാക്ടീസും ഒക്കെ വെച്ചിട്ട് ഒരു അക്ഷരം പോലും തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പടപട. ബൈജു എന്തു തകർക്കുവാന്ന് വെച്ച് അതിനൊപ്പം അതിനെ പറ്റിയൊരു കൂട്ടുകാരൻ. പിന്നെ നമ്മുടെ പ്രദീപ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കോറം ശരിയായി കഴിഞ്ഞു. പിന്നെ ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ തകർക്കുമായിരുന്നു വെച്ച്. ഉത്സവത്തിൻ്റെ എല്ലാ ഫീലിങ്സ് എല്ലാം അടിപൊളിയായിട്ട്, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. 3 പേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ആ ശാന്തിയും വന്ന ഭാഗം നല്ല വൃത്തിയായിട്ട് സംഭാഷണമൊക്കെ ആ ശൈലി തന്നെ കറക്റ്റായിട്ട് ചെയ്തിരുന്നു. ഉഗ്ര സ്കിറ്റ്, അടിപൊളി സ്കിറ്റ്. ശരത്തുന്ന ആളുടെ പേര് ശരത്തായിരുന്നു. ശാന്തി. ഉല്ലാസേട്ടാ പ്രദീപേ, എന്തോ എന്റെ പൊന്നടാവേ, പ്രദീപേട്ടന്റെ ശബ്ദം കഴിഞ്ഞ ദിവസം അതുപോലെ ഉല്ലാസേട്ടൻ അനുകരിക്കണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ആവോ? താരാവി തരകത്തുകൾ കേട്ടോ, തകർത്ത് ധരിപ്പണമാക്കി വെടി. അതുപോലെ തന്നെയായിരുന്നു പരിപാടിയുടെ പോക്കും. അങ്ങനെ തന്നെയായിരുന്നു. ഒരു മാലപ്പടക്കത്തിന് തീ കൊടുത്തങ്ങോട്ട് വിട്ടിട്ട് അത് അമിട്ട് കൂട്ടത്തോടെ പൊട്ടിച്ച് അത് അവസാനിപ്പിച്ചു. ആ സ്കിറ്റിന്റെ തീം പോലെ തന്നെയായിരുന്നു പ്രകടനവും. കാരണം സത്യത്തിൽ ഇത് കണ്ടപ്പോൾ 3 പേര് മത്സരിച്ച് അഭിനയിക്കുവാൻ തോന്നി. അതുപോലെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഒരു നെൽസൺ പറഞ്ഞതുപോലെ ഒരു വാക്കിനൊരു അല്ലെങ്കിൽ ഒരു മാറ്ററിനൊരു ഇടയ്ക്കൊരു ബ്രേക്ക് വന്നില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നെ ഇതിനകത്ത് വലിയൊരു മെസ്സേജ് ഇതിനകത്തുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വെറുതെ പൊട്ടിച്ച് കളയുന്ന പൈസ ഏതെങ്കിലും അത് ഏറ്റവും നല്ല, ഞാൻ പറയാം, ഏറ്റവും വലിയൊരു മെസ്സേജാണ്
ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഈ സ്കിറ്റിലൂടെ കൊടുത്തത്. അത് എത്ര ആർക്കെങ്കിലുമൊക്കെ തോന്നി അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അതൊരു ശാന്തിയാണ് പറഞ്ഞത്. പക്ഷെ ആ ശാന്തി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് പോയി കേട്ടോ, വൈഫൈ ശ്രീകോവിലിനകത്ത് വൈഫൈ കിട്ടുന്നില്ല, അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചേക്കുന്നില്ല. അതും ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ വരാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്നാലും അത് വലിയൊരു കാര്യമുണ്ട്. ഏതെങ്കിലും പാവപ്പെട്ട അല്ലെങ്കിൽ നിർധനരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പുണ്യം സ്പോൺസറിന് കിട്ടില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആളുടെ ബെസ്റ്റ്. നിങ്ങൾ പരിപാടി സൂപ്പർ, അടിപൊളി. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു, ഗംഭീരായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും ഗംഭീരായിരുന്നു എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് എത്ര സ്റ്റാർ തരും എന്നും കൂടെ നമുക്ക് അവരോട് ചോദിക്കാം. എത്ര സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസ് നമ്മൾ കൊടുക്കുന്നത്? 4 ആണ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് 4 സ്റ്റാർസ് ആണ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സമ്മാനങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഉല്ലാസ് ചേട്ടനെയും നെൽസൺ ചേട്ടനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ഇനി അടുത്തതായിട്ട് നമ്മളൊരു 1 man ഷോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വേദിയിലേക്ക് വരാൻ പോകുന്നത് സുരാജ് കടമ്പനാട്. നമസ്കാരം സുരാജ്. അപ്പോൾ സുരാജിന്റെ സ്ഥലം കടമ്പനാട്. ഈ കടമ്പനാട് എവിടെയായിട്ടാ? അടൂരിൻ്റെ അടുത്ത്. അടൂരാണ്. ഓക്കെ. അദ്ദേഹം ഒരു പോസ്റ്റ്മാൻ ആണ് കേട്ടോ. അതെ, പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാണ്. ഓക്കെ. സോ ഇപ്പോഴും ഇതുപോലെ ഇഷ്ടംപോലെ കത്തുകളുടെ ഒരു സുവർണ്ണ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടു കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ ഈ ചിട്ടിയുടെ ഇത് കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ നോട്ടീസൊക്കെ തന്നെയാണോ? ഒരുപാട് LIC ഉണ്ട്. മാക്സിമം കൂടുതലും മാഗസീൻസ് ആണ് കൂടുതലും വരാറുള്ളത്. മാഗസിൻസ് ഒരുപാട്, ഓരോ രാഷ്ട്രീയ സാമുദായിക മാസികകളാണ് കൂടുതൽ വരാറുള്ളത്. പിന്നെ ഇപ്പോഴും ഉണ്ട് എഴുത്തുകൾ ഒരുപാട്. കൂടുതലും ഞാൻ കൊടുക്കുന്ന മൊത്തം സർക്കാർ ഓഫീസാണ്, കോടതി, പോലീസ് സ്റ്റേഷൻ, അങ്ങനെയുള്ള അങ്ങനെ നിയമം റിലേറ്റഡ് ആയിട്ടുള്ള എഴുത്തുകുത്തുകളാണ് കൂടുതലും അല്ലേ? അതെ, PSC ഓഫീസ് ഇതൊക്കെയാണ് നമ്മുടെ ജില്ല കേന്ദ്രീകരിച്ചുള്ളത്, പത്തനംതിട്ട ജില്ല. മണി ഓർഡറൊക്കെ ഒപ്പിട്ടെടുക്കാറുണ്ടല്ലോ? മണി ഓർഡർ ഇപ്പം കുറവാണ് ചേട്ടാ. ഒപ്പിട്ടെടുക്കാറുണ്ടോ? ഇല്ല ചേട്ടാ, മണി ഓർഡർ അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിരിക്കും, പക്ഷേ മണി ഓർഡർ ഇപ്പം കുറവാണ്. പോസ്റ്റൽ വഴിയല്ല, കുറവാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദവും പിന്നെ 2-3 സിംഗേഴ്സിന്റെ, അതിലൊരു നടൻ പാടിയ ഒരു പാട്ടുണ്ട്, അതിലൊരു 2 സിംഗേഴ്സിന്റെ. ശരി, കാണാം. അപ്പൊ ആദ്യം നമ്മുടെ ജയറാമേട്ടന്റെ ശബ്ദമാണ്, പഴയകാല ജയറാമിന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. പഴയകാല ജയറാമേട്ടന്റെ വോയിസ്. അയ്യോ, ഇതാര് ജയഭാരതിയോ? അയ്യേ, എന്താ ഇത് കണ്ടതിനെ കുറിച്ച് അമ്മാവാടിയ അയ്യയ്യേ എങ്ങോട്ടാ? ദേ അമ്മാവ അരമുറ്റം വീണ്ടും 5 രൂപ അമ്മ സ്വന്തമാക്കില്ലേ? ഇനി അമ്മാവന്റെ തലക്കിട്ട് കൊട്ടു കൊടുക്കണ്ടായോ? എന്റെ അമ്മായി എടി കേറി പോടിയത്. അയ്യേ, അടിപൊളി. അടുത്തതാരാണ്? അടുത്ത ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ശബ്ദമാണ്. ദിലീപേട്ടന്റെ ശബ്ദം. വർക്കിച്ചായോ? എന്നടാവേ വർക്കിച്ചത് തന്നെ എന്റെ റൺവേക്കറി കളിച്ചേ, അതുകൊണ്ടല്ലേ ജാക്കറ്റ് കളിച്ചത്. ഇനി എന്റെ റൺവേക്കറി കളിച്ചാൽ വറ്റടവേ ഇതൊരു സാമ്പിൾ കടി കൊടുക്കണ്ട. ഡയലോഗ് അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി അടുത്തതാരാണ് വരുന്നത്? അടുത്തതായിട്ട് പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന സിനിമയിലെ വെള്ളം അടിച്ചിട്ട് സെന്റിമെന്റ്സ് ആയിട്ട് പറഞ്ഞ എടി ചങ്ങനാശ്ശേരിക്കാരെ മത്തായച്ചന്റെ മോളെ ചന്ദ്രിക. എടി നീ എന്നടി വിചാരിച്ചത്? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണം കെട്ടി തുങ്ങി ചാവൂന്ന് അല്ലടി? അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ. എടി ഞാൻ മരിക്കുവാണെങ്കിൽ അതിൻ്റെ മറ്റേ കുരുക്കിൽ നീയും ഉണ്ടാവും. അത് ചാവാനാണെങ്കിലും ശരി തന്നെ, ജീവിക്കാനാണെങ്കിലും. അതുകൊണ്ട് കാനനച്ചാലയിൽ ആടുവയ്ക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോടി ചന്ദ്രിക. ഓ, അടിപൊളി, സൂപ്പർ. യെസ്, അടുത്താരാണ്? അടുത്തൊരു മറ്റുള്ള മിമിക്രിക്കാർക്ക് അനുകരിക്കാത്തൊരു ശബ്ദമാണ് നടൻ ജയസൂര്യയുടെ ശബ്ദം. അദ്ദേഹം പാടിയ ഒരു ഗാനം കൂടെ ഞാൻ പാടുന്നുണ്ട്. പുണ്യാളൻ അഗർബത്തിസിലെ ആശിച്ചെന്നുള്ള അദ്ദേഹത്തിന്റെ ടോണിൽ. ആദ്യം അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. അത് പറയുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ ജയസൂര്യയുടെ ശബ്ദമാണ്. എടാ നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? മാറിക്ക കുട്ടികളെ, മാറിക്ക. എന്താ തരേ പ്രശ്നം?
താരാരാ പഠിക്കാൻ സമ്മതിക്കുന്നത്? അത് ശരി. എടാ, ഞങ്ങളുടെ ആരാധനയ മൂവാറ്റൂഴ MLA-യും പാർട്ടിയിൽ ഗർജിക്കുന്ന സിംഹവുമായ കുറുപ്പ് സാറിൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്കെന്താ കാര്യം, നിനക്കെന്താ കാര്യം? അതുകൊണ്ട് താരോട്ട് പഠിച്ചു, കുവൈറ്റിനെ ആക്രമിച്ച ഇറാഖ് നിർത്ത അമേരിക്ക പോലെ താരോട് എന്തും ഈ സതീശൻ കഞ്ഞിക്കുഴി ഉണ്ടാക്കും. ഇത് സത്യം സത്യം സത്യം. ഓക്കെ. അടുത്തതായിട്ട് സായ് കുമാർ ഏട്ടൻ്റെ ശബ്ദമാണ്. പഴയകാല റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ സായ് കുമാറിൻ്റെ ശബ്ദം. ഓക്കെ. മത്തായി ചേട്ടാ, ഇവൻ നമ്മളെ പറ്റിക്കും. മത്തായി ചേട്ടാ, ഗോപാലകൃഷ്ണൻ. എടാ ഗോപാലകൃഷ്ണ, നിന്നോടൊന്നും പ്രതികാരം ചെയ്തിട്ട് ഈ ബാലകൃഷ്ണൻ നേടണ്ട. ആ, ഒന്ന് ചോദിക്കട്ടെ, ആ സ്ത്രീ നിന്റെ അമ്മ തന്നെ തൊടാ പട്ടി. അടുത്തൊരു രാഷ്ട്രീയ നേതാവിൻ്റെയാണ്. മറ്റൊരുമല്ല, ഞങ്ങളുടെ മുൻ MLA മന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ ശബ്ദം. ഓക്കെ. അദ്ദേഹം ഒരു വേദിയിൽ വന്നാൽ, സാധാരണ എല്ലാവരും നിയമസഭയിൽ സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു വേദിയിൽ വന്നാൽ സംസാരിക്കുന്നത് എളിമയുടെ ഉള്ള സംസാരം. സ്നേഹനദികളായ ബഹുമാനപ്പെട്ട ഈ അടൂരിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി അപ്പണിക്കത്ത് ശാന്തകുമാരി, എൻ്റെ കൊച്ചർജനായ ശ്രീ അടൂർ പ്രകാശ്, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അതിന് മറ്റ് നേതാക്കന്മാരെ, എനിക്ക് ഈ വേദിയിൽ വന്നപ്പോൾ അറിയാം നിങ്ങളുടെ ഈ കൈയടി പ്രോത്സാഹനവും ഈ അമൃത ചാനലിൻ്റെ ഈ കോമ്പറ്റി ബസാര എന്ന ഈ പ്രോഗ്രാമിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയിക്കത്ത്. അടുത്തൊരു ശബ്ദമാണ് നമ്മുടെ ഈ ഫ്ലോറിൻ്റെ നമ്മുടെ കോമഡി മസാലയുടെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം നിരവധി മിമിക്രി വേദിയുടെ ഉല്ലാസങ്ങളുടെ നെൽസജാജിൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ച ശ്രീ നിര്യാപുരം വേണുചേട്ടൻ്റെ ശബ്ദം ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം ഫോണിൽ സംസാരിക്കുന്നു. അപ്പം ചേച്ചി ഒന്ന് സംസാരിക്കുക. അതുപോലെ ഹലോ വേണുചേട്ടാ. ഹലോ. ആ വേണുചേട്ടനല്ലേ? ശ്രുതി പറ. ശ്രുതി എന്താ? വേണുചേട്ടൻ എവിടെയുള്ള ഇപ്പോ? ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് ഷൂട്ടുണ്ട് പ്രോഗ്രാം, കോമഡി മസാലയുടെ പ്രോഗ്രാമാണ്. ഇത് ഉണ്ണിയാകർഷണ ഉദ്ഘാടനം ശ്രുതി ഞാനാ ചെയ്യുന്നത്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? ഇവിടെ എല്ലാ സുഖം ചേട്ടാ. അവിടെ മഴയുണ്ടോ? എനിക്ക് ഒരു പൊതുവരുന്ന ഡബിംഗ് ഉണ്ട്, ഡബിംഗ് എനിക്ക് ഒരു ഷൂട്ടുണ്ട്, എല്ലാം പ്രോഗ്രാം തിരക്കാ. ശ്രുതി എന്തുകൊണ്ട്? സുഖമാണോ? അല്ല മഴയുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. മഴ ഇല്ല ശ്രുതി. ശരി, ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. അവസാനമായി മുകേഷ് ഏട്ടൻ്റെ ഒരു സെന്റിമെന്റ്സ് ഡയലോഗ്. അദ്ദേഹം ഒരുപാട് കോമഡി, കളിയും മായൻകുട്ടി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ജയറാം കൊക്കയിൽ വീഴുമ്പോൾ ഉള്ള ഒരു മുകേഷിന്റെ സെന്റിമെന്റ്സ് ഡയലോഗ് ഉണ്ട്. അപ്പം അരവിന്ദ എന്നുള്ള വിളിച്ച ആ സീനിലെ മുകേഷിന്റെ സെന്റിമെന്റ്സ് സീൻ. അരവിന്ദ, എന്റെ ചിന്നനെ നീ കൊന്നതാണല്ലടാ. എടാ, എന്നെക്കാളും ജോയിയേക്കാളും അവൻ ഏറെ സ്നേഹിച്ചിരുന്നു നിന്നെ. അവനല്ലേ നീ കൊന്നത്. അരവിന്ദ, കേറി വാ. ഇല്ല, ഞാൻ വിടില്ല. കേറി വാടാ. ഇല്ല. സുരാജേ, അടിപൊളി, സൂപ്പർ. ചേട്ടാ, സുരാജ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടുകാരനാണ്. ഞാനങ്ങോട്ട് മാത്രമല്ല, എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കൂടെ പാടാൻ പോകുന്നു. അവരുടെ കൂടെ ആയിരുന്നു മത്സരമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ. അപ്പോൾ വളരെ ചെറിയ പ്രായം മുതൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ കൂടെ പഠിച്ചതാണ്. അവരുടെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇവർ തമ്മിലാണ് മത്സരം. എൻ്റെ ആദ്യ ഗുരുക്കളാണ് രണ്ടുപേരും. ഞാൻ യൂത്ത് ഫെസ്റ്റിലൊക്കെ മത്സരിക്കുമ്പോൾ ഓരോ സംശയങ്ങൾ ചോദിക്കാൻ നമുക്ക് നേരത്തെ അറിയാം. അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ നിങ്ങൾക്ക് ഇതിനകത്തൊരു അത്ഭുതം ഇല്ലാന്ന്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു അത്ഭുതം ഇല്ല. ഇപ്പൊ നമുക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത്ഭുതം. അപ്പോൾ ചെറിയ പ്രായം മുതൽ എനിക്ക് സുരാജിനെ അറിയാം. സുരാജിൻ്റെ കഴിവുകളും എനിക്കറിയാം. പ്രത്യേകിച്ച് പറയണ നല്ല ഉഗ്രനൊരു കലാകാരനാണ്. ഇനിയും വളരെ ഉയരത്തിലെത്തേണ്ട ആളാണ്. ദൈവം സഹായിക്കും. സുരാജേ തകർത്തു. ഞാൻ ഇതുപോലെ ഒരു TV ഷോയുടെ പരിപാടിയൊക്കെ ഇങ്ങനെ ശ്രദ്ധേയമായി തുടങ്ങുമ്പോഴാണ് സുരാജ് എന്നെ വന്ന് പരിചയപ്പെടുന്നതും. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ റൂമിൽ 2-3 ദിവസമൊക്കെ കാണും. എനിക്ക് വേദികളിൽ പാടാൻ എൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കലാകാരനാണ്. അതിനിടയ്ക്ക് ഇപ്പം പുള്ളിക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പം ഒരു ഇച്ചിരി ഉഴപ്പാന്ന് തോന്നുന്നു. തടിയൊക്കെ കൂടി. ബ്രീത്തിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലയോ ചേട്ടാ? ബ്രീത്തിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്താൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആകും. ഏറ്റവും നല്ല ടോപ്പായിട്ട് വരും. അത് കൺട്രോൾ ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ മൊത്തത്തിലൊരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. വെരി ഗുഡ്.
അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലെത്താൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. Okay, നമുക്ക് thank വീണ്ടും you. കാണാം. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിന്റെ അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല, ആരെയും വായി നോക്കികളൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടണേ. വായി നോക്കിയപ്പോ ഹലോ ഹലോ ഹലോ, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച എന്ത് ചോദിക്കാതെ പറയണ ഇങ്ങനെ കയറി വരണ ആരാ നിങ്ങള്? ആ എക്സ്ക്യൂസ് മീ, ഒരു ചെറിയൊരു വിഷയം നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളടുത്ത് അവതരിപ്പിക്കുക, തിരിച്ചു പോയിക്കോളാം കേട്ടോ. എന്ത് ആ പ്രശ്നം? വർത്താനം അത് മോശം. അല്ല എന്ത് വിഷയം? ആളെ കാണുന്ന പോലൊന്നുമല്ല, ഞാനൊരു സമ്പന്നനാണ്. കണ്ടാ പറയത്തില്ല. 2 ബംഗ്ലാവ്, ഒരു കാറ്, ആഹാ. പക്ഷെ ഒരു വിലയില്ല. അതന്നെ ഞങ്ങളും പറഞ്ഞ ഒരു വില തോന്നുതരാ. അല്ല, ഒരു കാര്യം ചെയ്യും, ആ. ഈ കാറും ബംഗ്ലാവും ഒക്കെ OLX ഇടും, നല്ല വില കിട്ടും കാര്യമായിട്ട് അല്ലേ? അതല്ല, പിന്നെ ഭാര്യയുടെ മുമ്പിൽ എനിക്കൊരു വിലയില്ല. വിലയില്ല, നിങ്ങൾക്ക് വിലയില്ല. ആ ഒരു നല്ല തുക എഴുതിയിട്ട് ഈ ഷർട്ടിന്റെ കോളറിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടാ മതി. അടിപൊളി. അപ്പൊ നിങ്ങളുടെ ആ വില അവിടെ ഉയർന്നു നിൽക്കും. ഉയർന്നു നിൽക്കും, തെളിഞ്ഞു നിൽക്കും. ഒരുപാട് സംഭവം നോക്കി, ഉം. അവസാനം കോട്ട് വരെ ഇട്ട് നോക്കി, എന്നിട്ടൊന്നും കോട്ടുമായിട്ടിട്ട് കാര്യമില്ലല്ലോ. ഭാര്യയുടെ കോട്ടുമായിട്ടാ വാനാട്ടം ഉണ്ടെങ്കിൽ ഉള്ള വിലയുടെ പോകും. കോട്ടുവായല്ല, പിന്നെ? കോട്ട് വരെ ഇട്ട് നോക്കി. ആ കോട്ട്. കോട്ട് ഈ പിന്നെ സമ്പന്നൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പൈസ നിങ്ങൾക്ക് എവിടെ നിന്നാണ്? ദുബായ് ദുബായ്. ദുബായ് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. ആ. നമ്മുടെ നാട് ദുബായ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദുബായ് താമസിക്കണമെങ്കിൽ ദുബായ് താമസിക്കണം. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും നിങ്ങൾ ദുബായിലൊക്കെ പോയിട്ട് പറഞ്ഞ ടീമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പ്രത്യേകത ഉണ്ടെങ്കിൽ അത് കേൾക്കണമെന്നുണ്ട് ഞങ്ങൾക്ക്. പറ എന്തൊക്കെയാണ്? അങ്ങനൊന്നുമല്ല, താമസിക്കുന്നെങ്കിൽ നമ്മൾ ദുബായിൽ തന്നെ താമസിക്കണം. ഇവിടത്തെ പോലല്ല. നമ്മുടെ നാട്ടിലിപ്പോ ഒരു പേഴ്സ് കളഞ്ഞു പോയി, ആ. കിട്ടുമോ അത്? നിങ്ങളുടെ കയ്യിലാണെ കിട്ടില്ല, ഏ? നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കയ്യിലാണെ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ ആ. ഒരു പേഴ്സ് പോയാൽ ആ. അത് കിട്ടില്ല. കിട്ടില്ല. പക്ഷെ ദുബായിൽ അങ്ങനല്ല, ആ. അവിടെ കിടക്കും. പേഴ്സോ? പേഴ്സല്ല, നമ്മളവിടെ കിടക്കും. കാരണം അവളുടെ ഡോക്യുമെന്റ് മൊത്തം ആ പേഴ്സിനകത്തല്ലേ, കിട്ടൂല. അത് ശരിയാ. അപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്താണ്? ഏ? ഇങ്ങോട്ട് വന്ന കാര്യം? നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ. എന്ത് ഹെൽപ്പ്? എന്താണ്? ഇത്രയും കാശുള്ള ആൾക്ക് ഞങ്ങൾ എന്തോടെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, പറഞ്ഞല്ല, ഭാര്യയുടെ മുമ്പിൽ ഒരു വിലയില്ലേ. ആ, ആ, ഓ അപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ് ആ. എന്ന് ഒന്ന് നിങ്ങളൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ എനിക്കൊരു വിലയുണ്ടാവും. അതിന് നമ്മൾ വേണം. ഇവിടെ നടക്കത്തില്ല. അതിനെ പറ്റിയ സ്ഥലം ഇവിടെ അല്ല, വേറെ എവിടെയെങ്കിലൊക്കെ പോയി പറയണം. അയ്യോ, പൈസയുടെ കാശിന്റെ കാര്യം നോക്കണ്ട. പിന്നെ അല്ലെങ്കിൽ തന്നെ ചേട്ടാ നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കും. ഇല്ലെന്ന് വിശ്വസിക്കത്തില്ല. ഞാൻ സമ്പന്നനാണല്ലോ, വിശ്വസിക്കും. നമ്മളിപ്പം നമ്മൾ തമ്മിൽ എയർപോർട്ടിൽ വെച്ച് കണ്ട് ആ. ഒരു പാസ്പോർട്ടിന്റെ എന്തോ ഒരു വിഷയം, അങ്ങനെ ഞാൻ വന്ന് സഹായിച്ചു, അത് റെഡിയായി എന്ന് പറഞ്ഞു. ചേട്ടൻ വന്ന് എന്നെ സഹായിച്ചെന്ന് ഞാൻ പറയണം നിങ്ങളുടെ ഭാര്യ സഹായിച്ചെന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ എനിക്കൊരു വിലയുണ്ടാവും. മനസ്സിലായി? പിന്നെ സാർ വിളിച്ചാൽ എന്താ? സുധി സാർ, ഓ അങ്ങനെയാണോ നിങ്ങളുടെ പേര്? അങ്ങനെ അങ്ങനല്ല, വിളിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ വില എനിക്ക് കിട്ടുമല്ലോ. പിന്നെ ഉല്ലാസിനെ ഞാനെന്താണ് നമ്മൾ ലുലു മാളി വെച്ച് ലുലു മാളി വെച്ച് കണ്ടു. ഒരു ഡയറക്ടറെ ഞാൻ ഉല്ലാസിന് പരിചയപ്പെടുത്തുന്നു. ക്ലീറ്റസ് എന്ന സിനിമയിൽ അങ്ങനെയാണ് ചാൻസ് കിട്ടിയത്. സുധി സാർ പറഞ്ഞിട്ടാണ്. സാർ, ഇതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ നമുക്ക് എന്താണ് പ്രയോജനം ഇതുകൊണ്ട് അല്ലേ? അല്ല, കാശിന്റെ കാര്യമാണ് നോക്കണ്ട, കാശിന്റെ കാര്യം നോക്കണ്ട. പിന്നെ അതുപോലെ നെൽസൺ, പൈസ കിട്ടുമല്ലേ? ആ നെൽസൺ സ്പാനിഷ് മസാല അഭിനയിക്കാൻ പോയപ്പോൾ ആ. കാശിന് കുറച്ച് ഷോർട്ടേജ് വന്നു. സുധി സാർ സഹായിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്തു. അല്ല അതെ ഞാൻ പറയാം, പക്ഷെ പൈസയുടെ ഓക്കെ ആണോ? നോക്കണ്ട, കാശിന്റെ കാര്യം നോക്കണ്ട. ഇയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. നമ്മള് പൈസ ഉള്ള ആളെ പിന്നെ പിന്നെ നമുക്ക് പറയാം. നമുക്കെന്താ അതെ ഇപ്പൊ ഇയാളുമായിട്ടൊരു പരിചയമായല്ലോ ചില നമുക്ക്. ഇപ്പൊ വലിയ വലിയ ഹിന്ദി സിനിമ നടന്മാരൊക്കെ ആ. ഈ കല്യാണത്തിന് ഗസ്റ്റ് ആയിട്ട് പോകും പൈസ ഗസ്റ്റ് ആയിട്ട് മേടിച്ച്. പൈസ പിടിച്ചിട്ട് പോകും. അതുപോലെ അതിവിടെ ഉണ്ട്. അതുപോലെ ഒന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ആ, അങ്ങനെയാണ് ഈ ഭാര്യ വിളിച്ചത്. അങ്ങനെ കാശ് കിട്ടുമല്ലോ, ഏ? കാശ് കിട്ടുമല്ലോ. പൈസയുടെ കാര്യം നോക്കണ്ട. ഓക്കേ, ഡൺ ഓക്കേ, ഡൺ. ഓക്കേ, ഓക്കേ, ഓക്കേ. ഓക്കേ, ഓക്കേ. ഞാൻ വിളിക്കുകയാണേ. സുധി സാർ, സാർ സാർ സന്ധ്യേ ബാ. സുധിയേട്ടാ, സുധിയേട്ടാ, അയ്യോ സുധിയേട്ടാ, ചേട്ടാ വിളിക്കുന്നവര് സുധിയേട്ടാ. ചേട്ടാ അശ്വതി വിളിക്കുന്ന ചേട്ടനെ. സുസാറേ, സുസാറേ, സുധിയേട്ടാ, ആദ്യം നമ്മൾ പെട്ടെന്ന് വിളി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വില പോകും. ചുമ്മാ ഇരി. ചേട്ടാ ഉല്ലാസേട്ടൻ വിളിക്കുന്ന. സുസാർ. ആ, ഉള്ളു ഉള്ളു. ചേട്ടാ നെൽസൺ ചേട്ടൻ വിളിക്കുന്ന. നെൽസോ, ആ സാറേ നമസ്കാരം. സമയല്ലേ ഒരു ബിസിനസ്. ഇരിക്കും സാറേ, പ്രോഗ്രാം കാണാൻ വന്നാണെങ്കിൽ ഇരിക്കും സാറേ. എന്റെ ചേട്ടൻ അറിയാമോ എല്ലാവർക്കും? പിന്നെ സാറേ, അയ്യോ. ഷെയർ എടുപ്പിക്കാം സാർ, അതെ ഷെയർ എടുപ്പിക്കാം. സാർ. നോ 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 താങ്ക്സ്. ആ അയ്യോ നിങ്ങൾ സാറെന്ന് വിളിക്കുന്നവരൊക്കെ.
ഇല്ല, കല്യാണം എന്തായാലും പറയാത്ത മോശമായി പോയി. കല്യാണം പറയാത്ത മോശമായി പോയി. ഞാൻ പറഞ്ഞിരുന്നു. കല്യാണം എന്റെ ചേട്ടൻ പറഞ്ഞാ ഇല്ല, കല്യാണം പറഞ്ഞില്ല. അത് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വരില്ലേ? കല്യാണം പറയാത്ത മോശമായി പോയി. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ രാവിലെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. എനിക്കോ? വിളിച്ചിരുന്നു. 3 പേരും വിളിച്ചിരുന്നു. പറഞ്ഞത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ചേട്ടാ ഇവരെയൊക്കെ എങ്ങനെ പരിചയം ചേട്ടാ? അപ്പൊ നീ ഇന്ന് രാവിലെ മമ്മൂട്ടി വിളിച്ചറിഞ്ഞില്ല? സോറി പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച മമ്മൂലായിരിക്കും ഒന്ന് വിളിച്ചത്. ചേട്ടാ ഇത്രയും പരിചയം ചേട്ടൻ എങ്ങനെ കിട്ടി ചേട്ടാ ഇവരെയൊക്കെ? പ്ലീസ് പറ ചേട്ടാ. അശ്വതി എങ്ങനെ പരിചയം ചേട്ടാ? അയ്യോ, അത് ഞാൻ പറയാം ചേച്ചി. അതായത് ഞാൻ ഈ അടുത്ത ദിവസേ പാസ്പോർട്ടിന് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കായിരുന്നേ. അപ്പൊ ചേട്ടാ അല്ല, പറയട്ടെ. ഞാൻ പറയാം. അപ്പൊ എമിഗ്രേഷനിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് സുധി സാർ അവിടെ വരികയും അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്തു. ഇതൊക്കെ അതെ, അതെ. വിളിച്ച് പറയല്ലേ. അതിനിപ്പോ എന്താ, ഒരു സഹായം ചെയ്ത ആളെ നമ്മൾ അത് പറയണമല്ലോ എവിടെയാണെങ്കിലും. ചേട്ടൻ എങ്ങനെ പരിചയം ചേട്ടാ? അത് ഞാൻ സാറിന് നേരത്തെ എനിക്ക് പറയട്ടെ ചേട്ടാ, പറയട്ടെ ചേട്ടാ. അയ്യോ. സാറ് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ ചേട്ടാ. ചെറിയട്ടെ. സംസാരിക്കണം. ലുലുമാളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാറും ഒരു ഡയറക്ടർ ഇവിടെ വന്നു. ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നു. അപ്പോൾ സാർ എന്നെ ആ ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി. സാറിൻ്റെ സുഹൃത്താണ് ഡയറക്ടർ. അങ്ങനെ സാറിൻ്റെ സിനിമയിൽ എനിക്കൊരു വലിയൊരു വേഷം കിട്ടി. എന്റെ ചേട്ടനാ സുസാർ കാരണമാണ് അത് കിട്ടിയത്. വേഷം വാങ്ങിച്ചതെന്നാ? ആ വിഷമല്ല, വേഷം. ചേട്ടാ ചേട്ടനെ ലുലുമാളിൽ കയറ്റിയാ? ഇതൊന്നും പറയല്ലേ please. ലുലു അല്ല, അവിടെ ലുലുമാളി. ചേട്ടനെ കയറ്റി ചേട്ടാ? എന്നെ കയറ്റിയാ? അല്ല അവിടെ കേറിയാ? പിന്നെ നോ പ്രോബ്ലം. ചേട്ടൻ എങ്ങനെ കേട്ടോ പരിചയം എന്റെ ചേട്ടന്? അത് പിന്നെ ഈ സ്പാനിഷ് മസാല സിനിമയിലെ പിന്നെ നെല്ലോ ബെല്ലേന്നു. ബെല്ലല്ല, നെല്ലോ പ്ലീസ്. അതെ അതെ. അപ്പോൾ ഈ ബാങ്ക് ബാലൻസ് കുറേ വേണം, നിങ്ങൾ നമുക്ക് വിസ അവിടെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ സാറിനുമായിട്ട് അങ്ങനെ അദ്ദേഹം എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ എന്നെ ഇങ്ങനെ വിഷമം പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം ഉടനെ കാതി കിടന്ന ബാലനടിക്കും. അതാണ് കാറി കിടന്ന ചെക്ക് എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. അങ്ങനെയാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ പോകാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ നമ്മളെപ്പോഴും നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് അതുപോലെ സഹായം ചെയ്ത ആളാണ്. ഇതൊക്കെ എന്റെ ചേട്ടനാണ് ചേട്ടാ ചെയ്തത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു ചേട്ടാ? വേണ്ട ചേട്ടാ. എന്നാലും അശ്വതി കല്യാണം വിളിച്ചതല്ലേ, എന്നെ വന്നൂടായിരുന്നു? അതെന്താ മെസ്സേജ് ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോഴാ കണ്ടത്. ഞാൻ കണ്ടില്ലായിരുന്നു. 3 പേരെ ഞാൻ വിളിച്ചായിരുന്നു. കല്യാണം വിളിച്ചത് വാട്സാപ്പിൽ മെസ്സേജ് ചേട്ടാ അയച്ചത് 3 പേരെ കല്യാണം വിളിച്ചാ? 3 പേരെ ഞാൻ വിളിച്ചായിരുന്നു. നമ്മൾ കണ്ടില്ലായിരുന്നു, മെസ്സേജ് കണ്ടില്ല. മെസ്സേജ് കണ്ടില്ല? ഇല്ല. കണ്ടില്ലല്ലേ? നോ പ്രോബ്ലം. വരൂ. സമയമില്ല. അല്ല, ഒത്തിരി മെസ്സേജ് വരുന്നതാണല്ലോ. അപ്പൊ നമ്മൾ മെസ്സേജ് വരുന്നതാണല്ലോ. എയർപോർട്ടിൽ കിടന്ന് തേരാപ്പാര അലഞ്ഞ് നടന്നപ്പോ എന്റെ ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സഹായിക്കാൻ. എന്നിട്ട് എന്റെ ചേട്ടൻ കല്യാണം വിളിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് വരാൻ വയ്യ അല്ലേ പെണ്ണുപിള്ളേ? അല്ലേ? എന്റെ കല്യാണത്തിന് വന്നിരുന്നെങ്കിലേ എന്റെ ആ ക്ലബിലെ ലേഡീസിന്റെ മുമ്പിൽ എനിക്കൊന്ന് ആളാമായിരുന്നു. അത് ഈ പെണ്ണുപിള്ളായിട്ട് ഇല്ലാതാക്കിയ മനുഷ്യ. ഇനി എനിക്ക് സെൽഫി ഒന്നും എടുക്കണ്ട നിങ്ങളുടെ മുമ്പിൽ. അയ്യോ നെൽസോ എന്ത്? അല്ല എന്റെ ചേട്ടൻ കല്യാണം വിളിച്ചല്ലോ. സ്പാനിഷിന് പോകാൻ വേണ്ടി തോർത്ത് മിരിച്ച് പിച്ച കണ്ടിക്കൊണ്ട് നടന്നപ്പം എന്റെ ചേട്ടൻ തന്ന പൈസ ചെക്കല്ലേ നിങ്ങൾ സ്പാനിഷ് പോകാൻ ആയത്? അതിനല്ലേ നിങ്ങൾ ഒരു സിനിമ നടനായത്? ഇനി നിങ്ങളെ ഒരു സിനിമ പോലും ഞാൻ കാണൂല. പുള്ളി പറഞ്ഞിട്ട് ഞങ്ങള് ഉണ്ടാതിരി നിങ്ങൾ എന്റെ ചേട്ടൻ വിളിച്ചാ നിങ്ങൾക്കും വരാൻ വയ്യ കല്യാണത്തിന് അല്ലേ? അല്ലാതെ ഡയറക്ടറെ പരിചയപ്പെടുത്താൻ എന്റെ ചേട്ടൻ വേണമായിരുന്നാ? എനിക്ക് വേണമായിരുന്നാ? വേറെ എന്നിട്ട് നിങ്ങൾക്കൊന്നും വയ്യേ എന്നെ കല്യാണത്തിന് വരാൻ? എന്റെ ചേട്ടന് നിങ്ങളൊന്നും ഒരുപാട് സാറൊന്ന് പറഞ്ഞേ സാറേ, ഇങ്ങോട്ട് വരണേ സാറേ. ഇങ്ങോട്ട് പാടൂ. സുധി സാർ ഒന്ന് പുലികളി എനിക്ക് പോണല്ലോ. എവിടുന്ന് കിട്ടി ഈ സാധനത്തിന് നിങ്ങക്ക്? ഇത്ര ആക്ഷേപം പറയുന്നത് ഇയാളെ നേരത്തെ പറഞ്ഞായിരുന്നോ? അറിഞ്ഞ അവളിങ്ങനെയൊക്കെ പറയും. അപ്പൊ പറഞ്ഞേക്കാം, അതിന്റെ കാര്യങ്ങളുണ്ട്. വെറും കച്ചടയാണല്ലോ. ഇനി ഇയാള് പറഞ്ഞ പൈസക്കൊന്നും നിൽക്കത്തില്ല. ഇനി ഞങ്ങൾ പറയും എമൗണ്ട്, അത്ര എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. പൈസ വെച്ചിട്ട് പോയാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇനി നടക്കത്തില്ല. കാശ് വെച്ചിട്ട് പോയാൽ മതി. അത് നമ്മുടെ ഡീലിങ്ങിന്റെ തുടക്കം ആദ്യമേ ഞാൻ പറഞ്ഞാണ്. പൈസ തരാന്നല്ലേ പറഞ്ഞത്? അല്ല, കാശിന്റെ കാര്യം നോക്കണ്ട, കിട്ടൂല. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു എപ്പിസോഡിൽ. ബൈ.